ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും മികച്ചതാണ് മനുഷ്യൻ. ആ മനുഷ്യൻ തന്നെ തൻ്റെ കൂട്ടുകാരെ അല്ലെങ്കിൽ തൻ്റെ സഹജീവികളോട് വളരെയധികം ക്രൂരമായും മൃഗീയമായും പെരുമാറുന്നത് ഇന്ന് നമുക്ക് കാണുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ പണ്ട് കാലത്തും ഈ ഒരു രീതി നിലനിന്നിരുന്നു. അപ്പോൾ ഈ ഒരു രീതി വളരെയധികം മൃഗീയമായിട്ടുള്ള രീതി പണ്ടുകാലത്ത് പല രാജ്യങ്ങളിലും നിലനിന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ഫ്രാൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫ്രാൻസിലെ ഭരണം എങ്ങനെയാണ്, അവിടെ ജനമുന്നേറ്റം അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവിടെ പ്രാതിനിധ്യം കിട്ടാൻ എന്തെല്ലാം സംഭവങ്ങൾ അവിടെ ഉണ്ടായി എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജനമുന്നേറ്റത്തിന് മുമ്പ് ഫ്രാൻസിൽ സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥിതിയായിരുന്നു. അവിടെ രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. ഇന്ത്യയെ പോലെ തന്നെ രാജാക്കന്മാരുടെ ഭരണമായിരുന്നു ഫ്രാൻസിലും. ഒരു രാജാവിൻ്റെ കീഴിലാണ് ഭരണം നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഡെസ്പോട്ടിക് റെജീം. അപ്പോൾ അവിടെ ഡെസ്പോട്ടിക് റെജീമായിരുന്നു, സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയായിരുന്നു ഫ്രാൻസിൽ. അപ്പോൾ ഫ്രാൻസ് ഭരിച്ച ഒരു രാജവംശമാണ് ബോർബൺ രാജവംശം. ഏതാണ്? ബോർബൺ രാജവംശം. ബോർബൺ ഡൈനാസ്റ്റിയിലെ എല്ലാവരും തന്നെ ഡെസ്പോട്ടിക് റൂളേഴ്സ് ആയിരുന്നു, അതായത് സ്വേച്ഛാധിപത്യ ഭരണാധികാരികളായിരുന്നു. അവർ ഡിവൈൻ റൈറ്റ് തിയറിയിൽ വിശ്വസിച്ചിരുന്നു. അതായത് ദൈവമാണ് അവർക്ക് ഇങ്ങനെ ഒരു ഭരണം നൽകിയിട്ടുള്ളത്, അവർക്ക് ഈ ഒരു അവസരം ഒരുക്കിയത് ദൈവമാണെന്നുള്ള ഒരു കാര്യം അവർ വിശ്വസിച്ചിരുന്നു. അതാണ് ഡിവൈൻ റൈറ്റ് തിയറി. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ഡിവൈൻ റൈറ്റ് തിയറി, ദ കിങ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് രാജാവ് എന്നവർ വിശ്വസിച്ചു. അതുപോലെ കിങ് ഡിറൈവ്സ് ഹിസ് അതോറിറ്റി ഫ്രം ഗോഡ്. അദ്ദേഹത്തിന് ആ ഒരു പദവി അല്ലെങ്കിൽ അധികാരം നൽകുന്നത് ദൈവം തന്നെയാണ്. ഹെൻസ് ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ ബട്ട് ടു ഗോഡ്. ഇപ്പം ദൈവത്തിനോട് മാത്രമേ അവർക്ക് എന്തും പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ അവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന് മാത്രമേ അത് സാധിക്കുള്ളൂ. ദോസ് ഹു സപ്പോർട്ടഡ് ദ ഡെസ്പോട്ടിക് റൂൾ ബിലീവ് ഇൻ ദ തിയറി. ഇപ്പോൾ ഡെസ്പോട്ടിക് റൂൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു തിയറിയിൽ വിശ്വസിച്ചിരുന്നു. അപ്പം ഈ ഒരു ഡെസ്പോട്ടിക് റൂൾ ആണെങ്കിലും അവിടെ ഒരു പാർലമെൻറ്റ് ഉണ്ടായിരുന്നു. ആ പാർലമെൻറ്റിൻ്റെ പേരാണ് എസ്റ്റേറ്റ്സ് ജനറൽ. പക്ഷേ ഈ പാർലമെൻറ്റ് 1614 അതായത് 1614 ആണ് അവസാനമായി വിളിച്ചു ചേർത്തത്. പക്ഷേ അതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടെങ്കിലും അതിന് പ്രത്യേകിച്ച് പവറൊന്നുമില്ല. രാജാവിനായിരുന്നു കൂടുതൽ പവേഴ്സ്. ഫ്രഞ്ച് പാർലമെൻറ്റ് രാജാവ്, പ്രഭുക്കന്മാർ, അതുപോലെ നോബിൾസ് ഒക്കെ അടങ്ങിയതാണ്. പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടുന്ന റെപ്രസെൻറ്റേഷൻ അവിടെ ലഭിച്ചില്ല. ഇതിനെ തുടർന്ന് അവർ 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് എന്ന സ്ഥലത്ത് ഒത്തുചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് അവർ തീരുമാനിച്ചു ഒരു പുതിയൊരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന്. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1795 അവർക്കൊരു പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രാൻസിൻ്റെ ക്യാപിറ്റലും അതുപോലെ യൂറോപ്പിൻ്റെ മേജർ സിറ്റിയുമായ പാരീസിലാണ് ഈ ടെന്നീസ് കോർട്ട് ഉള്ളത്. അവിടെയാണ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് മീറ്റ് ചെയ്തത്. അതായത് തേർഡ് എസ്റ്റേറ്റിൽ പ്രധാനമായും പെസൻസ്, മിഡിൽ ക്ലാസ് ആൻഡ് വർക്കേഴ്സാണ്. അപ്പോൾ അവർ മെറ്റ് ചെയ്തത് ടെന്നീസ് കോർട്ടിലാണ്. അതായത് ഇത് പാരീസിലാണുള്ളത്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗമാണ് ഡെസ്പോട്ടിക് റെജീം ഇൻ ഫ്രാൻസ്, ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റം, ദ ക്ലർജി, ദ നോബിൾസ്, ദ കോമൺസ് ആൻഡ് ദ റൈസ് ഓഫ് മിഡിൽ ക്ലാസ് പീപ്പിൾ. ഡെസ്പോട്ടിക് റെജീം ഇൻ ഫ്രാൻസ്. നമുക്ക് ഫ്രാൻസിലെ ഭരണ സമ്പ്രദായം എങ്ങനെയായിരുന്നു നോക്കാം. അവിടെ ആരെല്ലാമാണ് ഭരിച്ചത്, അവിടുത്തെ രാജവംശം എന്താണ്. ഇപ്പോൾ ഇന്ത്യയിലും അതുപോലെ ഒരുപാട് രാജവംശങ്ങളും അതുപോലെ പല രാജാക്കന്മാരെയും കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ഫ്രാൻസിലെ ഭരണകൂടം എങ്ങനെയാണെന്ന് നോക്കാം. ബോർബൺ ഡൈനാസ്റ്റിയാണ് ഫ്രാൻസിൽ ഭരിച്ചിരുന്നത്. ഈ ബോർബൺ ഡൈനാസ്റ്റിയിൽ പ്രഗത്ഭനായ ഭരണാധികാരിയാണ് ലൂയി 14. പ്രോമിനൻ്റ് ആണ്. അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് ഐ ആം ദ സ്റ്റേറ്റ്. അതുപോലെ ഇവർ ഡിവൈൻ റൈറ്റ് തിയറിയിൽ വിശ്വസിച്ചിരുന്നു. ദൈവദത്ത സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്നു. അതായത് കിങ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ് ആൻഡ് കിങ് ഡിസേർവ്സ് ഹിസ് അതോറിറ്റി ഫ്രം ഗോഡ്. ഹെൻസ് ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ ബട്ട് ടു ഗോഡ്.
Those who supported the despotic rule believed in this theory. ഡെസ്പോട്ടിക് റൂൾ ആഗ്രഹിച്ചിരുന്നവരെല്ലാം തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അത് വിശ്വസിച്ചിരുന്നു. അതായത് രാജാവാണ് ദൈവത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന്, പ്രതിനിധി, ദൈവത്തിന്റെ പ്രതിനിധിയാണ് രാജാവ്. അതുപോലെ ദൈവമാണ് അവർക്ക് ആ ഒരു അതോറിറ്റി നൽകിയിരിക്കുന്നത്. അദ്ദേഹം ദൈവത്തിനോട് മാത്രമേ കടപ്പെട്ടിട്ടുള്ളൂ, ജനങ്ങളോട് കടപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ ഒരു സമ്പ്രദായമായിരുന്നു ഫ്രാൻസിൽ നിലനിന്നിരുന്നത്. അവിടെയുള്ള രാജാക്കന്മാരുടെ ഭരണ സമ്പ്രദായം, അവരുടെ രീതി എങ്ങനെയായിരുന്നു നോക്കാം. കറപ്ഷൻ, എക്സ്ട്രാവഗൻസ് ആൻഡ് കണ്ടിന്യൂസ് വാസ് വേജ്ഡ് by Louis XV, who succeeded Louis XIV, put the country and its people in misery. അപ്പം ജനങ്ങളുടെ ജീവിതം വളരെ ദുരിതത്തിലാവാൻ കാരണം അവിടുത്തെ രാജാക്കന്മാരുടെ ഭരണരീതിയായിരുന്നു. അതായത് അഴിമതി നിറഞ്ഞതും, അതായത് നീതിപരമല്ലാത്ത ഭരണവും, എക്സ്ട്രാവഗൻസ്, അമിത ചെലവുകളും, ഒരുപാട് വേണ്ടാത്ത പൈസകൾ ചെലവാക്കുക, വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ ചെലവാക്കുക, അതുപോലെ തുടർച്ചയായിട്ടുള്ള യുദ്ധങ്ങൾക്ക് പണം കൂടുതലായി ഉപയോഗിക്കുക, ഇതെല്ലാം ജനങ്ങളെ വളരെ കഷ്ടത്തിലാക്കി. ഇപ്പോൾ ലൂയി XIV ശേഷം വന്ന ലൂയി XV ആണ് ഇത്തരത്തിൽ ഒരുപാട് ചെലവുകൾ വരുത്തിവെച്ചത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന പൈസ കണ്ടെത്തിയത് ജനങ്ങളുടെ മേൽ ടാക്സ് ഈടാക്കിയിട്ടാണ്. He imposed new taxes on his subjects. Louis XVI, who came to power later, did not pay much heed to governance. അതുപോലെ അടുത്ത ആള്, അതായത് ലൂയി XV ശേഷം വന്ന 16 ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല, ഭരണത്തിലൊന്നും വലിയ താല്പര്യം കാണിച്ചില്ല. അദ്ദേഹം ബിലീവ്ഡ് ദാറ്റ് ദ കൺട്രി വാസ് സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഹിസ് ലോയൽ മിനിസ്റ്റേഴ്സ്. ഇപ്പം മിനിസ്റ്റേഴ്സിന്റെ കൈകളിൽ രാജ്യം സുരക്ഷിതമായിരിക്കുമെന്ന് വിശ്വസിച്ചു. അതുപോലെ രാജ്ഞിയായ മേരി ആന്റോയിന്റ് കോൺസ്റ്റന്റ്ലി ഇന്റർഫിയർഡ് ഇൻ ഗവൺമെന്റ് അഫയേഴ്സ്. ഗവൺമെന്റ് കാര്യങ്ങളിൽ ക്യൂൻ വളരെയധികം ഇടപെട്ടു. അവരും വളരെ എക്സ്ട്രാവഗൻസ് ചെയ്തു, അതായത് ഒരുപാട് പണം വെറുതെ അനാവശ്യമായി ചെലവാക്കി. ഈ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അൺഹാപ്പി ആവാൻ ഇടയാക്കി. ഇപ്പം ജനങ്ങൾ വളരെ കഷ്ടതയിലും സന്തോഷമില്ലാതെ ആവാൻ രാജാക്കന്മാർ പല രീതിയിൽ ഭരണരീതികൾ നടത്തി എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റം. ഇപ്പം രാജാക്കന്മാർ എങ്ങനെയായിരുന്നത് പഠിച്ചു കഴിഞ്ഞു. ലൂയി XIV, ലൂയി XV, ലൂയി XVI ഒക്കെ അവരുടെ ഭരണം എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിന്റെ അവസ്ഥ എന്ന് നോക്കാം. സോഷ്യൽ സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. നോബിൾസ് ഫൈറ്റ്, പ്രീസ്റ്റ് പ്രേ ആൻഡ് ദ കോമൺസ് പേ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? നോബിൾസ് ഫൈറ്റ് ചെയ്യാനുള്ളവരാണ്, പ്രീസ്റ്റ് പ്രാർത്ഥിക്കാനുള്ളവരാണ്, കോമൺസ് എന്ത് ചെയ്യാനാണ്? പണം കൊടുക്കുക, പേ ചെയ്യേണ്ടവരാണ്. ദിസ് വാസ് എ പോപ്പുലർ സേയിങ് എമംഗ് ദ കോമൺ പീപ്പിൾ ഓഫ് ഫ്രാൻസ്. അപ്പം സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ചൊല്ലാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ ഫ്രഞ്ച് സൊസൈറ്റി ഇൻ ദ 18th century വാസ് ഡിവൈഡ് ഇൻ ടു 3 estates. The clergy in the first, the noble in the second, and the common people in the third estate. ഇപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എങ്ങനെ 3 ആയിട്ടാണ് ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റം ഉള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ക്ലർജി, പ്രീസ്റ്റ്, പുരോഹിതന്മാർ, പ്രഭുക്കന്മാരാണ് രണ്ടാമത്തതിൽ, സാധാരണക്കാരാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ പെടുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്ത് ചേർച്ചിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ കാത്തലിക് ചേർച്ചിനാണ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ കാത്തലിക് ചേർച്ച് വളരെ പവർഫുൾ ആയിരുന്നു, വെൽത്തി ആയിരുന്നു, അതുപോലെ അവർക്ക് ഒരുപാട് ഏക്കർ ലാൻഡും ഉണ്ടായിരുന്നു. ബട്ട് ക്ലർജിക്ക് ഒരു ടാക്സും കൊടുക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ക്ലർജി പെസൻസിൽ നിന്നും ടാക്സ് ഈടാക്കിയിരുന്നു. ഇതിനാണ് പറയുന്നത് ടിതേ. കോമൺ പെസൻസിൽ നിന്നും ടാക്സ് ഈടാക്കിയിരുന്നതാണ് ടിതേ. അപ്പോൾ ഈ ടാക്സ് എങ്ങനെയായിരുന്നു അവർ ഈടാക്കിയത്? മൊത്തം ഉൽപാദനത്തിന്റെ 10% ഭാഗം ടാക്സായി ക്ലർജിക്ക് നൽകണമായിരുന്നു. അങ്ങനെ ഈ കോമൺ പെസൻസ് ക്ലർജിക്കെതിരെ ആവാൻ ഇത് ഇടയായി. അടുത്ത സെക്കൻഡ് എസ്റ്റേറ്റ് ആണ് നോബിൾസ്. ഇപ്പം നോബിൾസ് അടങ്ങിയിട്ടുള്ളതാണ് സെക്കൻഡ് എസ്റ്റേറ്റ്. അവരാണ് ഗവൺമെൻറ് അതുപോലെ ആർമിയിലും ഹയസ്റ്റ് പൊസിഷൻ നേടിയിട്ടുള്ളത്. അതുപോലെ ഇവർ ലാൻഡ് ഓണേഴ്സ് കൂടിയാണ്. ഇപ്പം ഗവൺമെൻറ്, ആർമി ഹൈ പൊസിഷനുണ്ട്, അതുപോലെ ലാൻഡ് ഓണേഴ്സ് ആണ്. ഇവർക്ക് ലക്ഷൂറിയസ് ലൈഫ് കൂടിയായിരുന്നു. കൂടാതെ ജനങ്ങളിൽ നിന്നും ഒരുപാട് പലതരത്തിലുള്ള ടാക്സസും അവർ ഈടാക്കിയിരുന്നു. 1749 ആക്ട് അനുസരിച്ച് എല്ലാ ജനങ്ങളും ഗവൺമെൻറ്റിലേക്ക് ഒരു പണം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേരാണ് വിങ് തീം. അപ്പോൾ ഫസ്റ്റ് 2 എസ്റ്റേറ്റ്സും, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ്, ക്ലർജി ആൻഡ് നോബിൾസിന് ടാക്സസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ ചെറിയൊരു എമൗണ്ട് രാജാവിന് ഗിഫ്റ്റായി നൽകേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ മൊണാർക്കിയെ എതിർത്തതുമില്ല. കാരണം അവരുടെ റൈറ്റ്സ് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അവർ
കിങ്ങിനൊരു ഗിഫ്റ്റ് നൽകി ആ ഭരണത്തെ മൊണാർക്കിയെ അവർ ഒപ്പോസ് ചെയ്യാതെ നിന്നു, അതായത് എതിർക്കാതെ നിന്നു. നോബിൾസ് ജനങ്ങളിൽ നിന്നും സാധാരണ ജനങ്ങളിൽ നിന്നും പലതരത്തിലുള്ള നികുതികൾ ഈടാക്കിയിരുന്നു. അതായത് വേരിയസ് വേസ് ഇൻ വിച്ച് ദ നോബിൾസ് എക്സ്പ്ലോയിറ്റഡ് ദ കോമൺ പീപ്പിൾ. അത് ഏതെല്ലാം എന്ന് നോക്കാം. അപ്പം അതിൻ്റെ പേരാണ് കോവി, പെനാലിറ്റി, ബെൻവിൻ, പിയേഷ്, ടെറാഷ്. കോവി, പെനാലിറ്റി, ബെൻവിൻ, പിയേഷ്, ടെറാഷ്. ഈ 4 ടാക്സസും ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നതായിരുന്നു. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. കോവി, ഇപ്പോൾ കോവിഡിനെ ഓർത്താൽ മതി. കോവി എന്ന് പറഞ്ഞാൽ 2-3 ദിവസം ശമ്പളമില്ലാതെ അവർക്ക് വേണ്ടി പണിയെടുക്കുക. സാധാരണക്കാരൻ 2-3 ദിവസം, ഒരു വർഷത്തിൽ 2-3 ദിവസം ശമ്പളമില്ലാതെ യാതൊരു പൈസയും വാങ്ങാതെ പണവും വാങ്ങാതെ ജോലി ചെയ്യുന്നതിനാണ് കോവി എന്ന് പറയുന്നത്. അടുത്ത ബെനാലിറ്റി, വീഞ്ഞുണ്ടാക്കുന്നതിന് കൊടുക്കുന്ന ടാക്സാണ് ബെനാലിറ്റി. അപ്പോൾ വീഞ്ഞൊക്കെ ഉണ്ടാക്കുന്നത് ഇവരുടെ ഭരണത്തിന് കീഴിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അത് സാധാരണക്കാരന് വിട്ടുകൊടുത്തില്ല. അതുകൊണ്ട് വീഞ്ഞുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു വീതം നൽകണമായിരുന്നു. ഒന്നുകിൽ അത് വീഞ്ഞായിട്ടായിരിക്കും, അല്ലെങ്കിൽ വല്ല പണവുമായിട്ടായിരിക്കും. ഗ്രേപ്പ് ജ്യൂസ്, ബ്രെഡ് ഉണ്ടാക്കാൻ ലാൻഡ് ലോഡിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ ആ ഒരു സൗകര്യം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവർക്ക് റെൻ്റ് എന്ന രീതിയിൽ ഒരു പണം നൽകേണ്ടിയിരുന്നു. അതാണ് ബെനാലിറ്റി. അടുത്ത ബെൻവിൻ, ഒരു പ്രദേശത്ത് വൈൻ ഉണ്ടാക്കുന്നതിന് കൊടുക്കുന്ന മൊണോപ്പൊളി ടാക്സാണ് ബെൻവിൻ. അപ്പോൾ ബെനാലിറ്റിയും ബെൻവിനും വീഞ്ഞ്, വൈനൊക്കെ ഉണ്ടാക്കുന്നതിന് കൊടുക്കുന്ന ടാക്സ് ആയിരുന്നു. ഇനി പിയേഷ്, ടെറാഷ് മുതലായവ എന്താണെന്ന് നോക്കാം. പിയേഷ് എന്നാൽ റോഡ്, ബ്രിഡ്ജ് എന്നിവ ഉപയോഗിക്കുന്നതിന് കൊടുക്കുന്ന നികുതിയാണ് പിയേഷ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് ഒരു റോഡ് അഥവാ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അതിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ടാക്സ് നൽകണം. അതാണ് പിയേഷ്. ഇനി ടെറാഷ് ആണെങ്കിൽ ഒരു കർഷകൻ കൃഷി ചെയ്യുമ്പോൾ അയാൾ വിളവെടുപ്പിൽ നിന്ന്, അതായത് അയാൾ എന്താണോ കൃഷി ചെയ്തത് അതിൻ്റെ ഒരു ഭാഗം കൊടുക്കണമായിരുന്നു. അതാണ് ടെറാഷ്. ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റത്തിലെ 2 എസ്റ്റേറ്റും പറഞ്ഞു കഴിഞ്ഞു. ഇനി 3ാമത്തെ എസ്റ്റേറ്റാണ് കോമൺ പീപ്പിൾ. ഇപ്പോൾ 3rd എസ്റ്റേറ്റിൽ പെടുന്നതാണ് കോമൺ പീപ്പിൾ. അപ്പോൾ കോമൺ പീപ്പിൾ എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ്, വർക്കേഴ്സ്, പെസൻസ് ചേർന്നിട്ടുള്ളതാണ് കോമൺ പീപ്പിൾ. ഇവരെയാണ് കോമൺസ് എന്ന് പറയുന്നത്. ഈ എസ്റ്റേറ്റിൽ ഭൂരിഭാഗം ആളുകളും വളരെ ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അതായത് ഇവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. they lived in poverty and farmers got only a fraction of what they produced. അവരെന്താണോ ഉൽപ്പാദിപ്പിച്ചത് അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ അവർക്ക് ലഭിച്ചിരുന്നുള്ളൂ. ബാക്കി ഭാഗം എല്ലാം തന്നെ ടാക്സായി നൽകണമായിരുന്നു. അപ്പോൾ ആർക്കൊക്കെ നൽകണം? രാജാവിന്, ചേർച്ചിന്, അതുപോലെ നോബിൾസിന് അവർ ടാക്സായി നൽകണമായിരുന്നു. അതുകൂടാതെ അവർക്ക് പല അൺപെയ്ഡ് ആൻഡ് കമ്പൽസറി സർവീസസും ചെയ്യണമായിരുന്നു. അതായത് പണമൊന്നും ഇല്ലാതെ തന്നെ സേവനം ചെയ്യുക, നിർബന്ധിതമായി സേവനം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഈ കോമൺസിന് ചെയ്യേണ്ടതായി ഉണ്ടായിരുന്നു. അതുകൂടാതെ എപ്പോഴൊക്കെയാണോ മിലിറ്ററി സർവീസസ് ആവശ്യമായി വരുന്നത് അപ്പോൾ വേണ്ടുന്ന മിലിറ്ററി സർവീസും നൽകണമായിരുന്നു. പെർഫോമിംഗ് മിലിറ്ററി സർവീസ് വെൻ ഇറ്റ് വാസ് നെസസറി. അതുപോലെ പ്രൊവൈഡിങ് ഫ്രീ സർവീസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് റോഡ്, വാട്ടർ വേസ്, ബ്രിഡ്ജസ്. ഇപ്പോൾ പബ്ലിക് റോഡുകൾ, വാട്ടർ വേസ്, ബ്രിഡ്ജസ് മുതലായവയുടെ നിർമ്മാണത്തിനും അവർ ഫ്രീ സർവീസ് ചെയ്യണമായിരുന്നു. അതായത് വേണ്ടുന്ന ജോലികളെല്ലാം ചെയ്യണമായിരുന്നു, അതിന് വേണ്ടുന്ന വർക്ക് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ കമ്പൽസറി ആയിട്ടും അൺപെയ്ഡ് ആയിട്ടുള്ള വർക്കും കൂടെ അവർക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു അപ്രൈസിങ്ങിനും പുറകിലുള്ളത് അവിടുത്തെ സാധാരണക്കാരാണ്. അപ്പോൾ ഇവിടെ റൈസ് ഓഫ് മിഡിൽ ക്ലാസ്, മധ്യവർഗം എങ്ങനെ ഉയർന്നു വന്ന് നോക്കാം. 18th സെഞ്ച്വറിയിലാണ് ഈ മധ്യവർഗം ഉടലെടുക്കുന്നത്. അതിന് ഉയർച്ചയ്ക്ക് പ്രധാന കാരണം അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറും പ്രോഗ്രസ് ഉണ്ടായി. അപ്പോൾ ഈ 2 കാര്യങ്ങളും മിഡിൽ ക്ലാസ്സിനെ ഉയർത്തി കൊണ്ടുവന്നു. ഇത് കൂടാതെ പുതിയ സിറ്റീസും ഉണ്ടായി. ന്യൂ സിറ്റീസ് എമേർജ്ഡ് ബിക്കോസ് ഓഫ് ദി പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അതുപോലെ ഇവിടെ പുതിയ സിറ്റീസ് വന്നതോടുകൂടി തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നു. ഈ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ മിഡിൽ ക്ലാസ് യൂസ് ചെയ്തതോടുകൂടി അവർ സമൂഹത്തിൽ കൂടുതൽ എക്കണോമിക്കലായി മുന്നോട്ട് വന്നു. അതായത് അവർക്ക് കൂടുതൽ പണം ഉണ്ടായി. ഇത്തരത്തിൽ മിഡിൽ ക്ലാസ് ഉയർന്നു വന്നു. ഇതുകൂടാതെ വേറെ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നോക്കാം. ഡൊമസ്റ്റിക് ട്രേഡ്, രാജ്യത്തിനകത്തുള്ള കച്ചവടവും അതുപോലെ മറ്റു കോളനിക്കാരുമായുള്ള കച്ചവടവും ഫ്രാൻസിനെ ഇൻഡസ്ട്രിയലിസ്റ്റാക്കി മാറ്റി, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റിനെ കൂടുതൽ വെൽത്തിയാക്കി മാറ്റി. പ്രധാന പോർട്ടുകളിലും സിറ്റികളിലും എല്ലാം തന്നെ വെൽത്തി പീപ്പിളായിട്ടുള്ള ഈ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ്, അതായത് സാധാരണക്കാരൻ, കോമൺസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഉയർന്നു വന്നു. അല്ലെങ്കിൽ മിഡിൽ ക്ലാസിൻ്റെ
കൈകളിലായിരുന്നു മേജർ പോർട്സും സിറ്റീസും. കാരണം അവർ ഇപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് മുമ്പിലാണ്. മിഡിൽ ക്ലാസ്സിൽ പെടുന്നവരാണ് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ബാങ്കേഴ്സ്. പക്ഷേ ഇവർക്ക് സമൂഹത്തിൽ വേണ്ടുന്ന സ്ഥാനം ലഭിച്ചില്ല. ഇപ്പോൾ എഡ്യൂക്കേഷണലായിട്ടും എക്കണോമിക്കായിട്ടും പുരോഗതി ഉണ്ടായിട്ടും അഡ്മിനിസ്ട്രേഷനിലും ആർമിയിലും ഇവർക്ക് വേണ്ടുന്ന പവറോ സ്റ്റാറ്റസോ ലഭിച്ചില്ല. അപ്പോൾ അത് കാരണം മിഡിൽ ക്ലാസ് ഹാഡ് ഡീപ്പ് ഡിസ്കണ്ടൻമെൻറ്റ്. അപ്പോൾ അവർക്ക് വളരെ ഭരണകൂടത്തിനോട് വളരെ വെറുപ്പുണ്ടാവാൻ ഇത് കാരണമായി. ഫേമസ് ഹിസ്റ്റോറിയൻസ് ആയ വിൽ ഡൂറൻറ്റും ഏരിയൽ ഡൂറൻറ്റും പറയുന്നത് ഫ്രഞ്ച് റെവല്യൂഷന് മിഡിൽ ക്ലാസ്സിന് വളരെയധികം പങ്കുണ്ടെന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് മിഡിൽ ക്ലാസ്സിന് റെവല്യൂഷനിലുള്ള പങ്ക് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.